Hello everyone, welcome to Groww Malayalam. TCS, Wipro and Infosys IT ഇൻഡസ്ട്രിയിലെ വമ്പന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകളായിരിക്കും ഇവ അല്ലേ? ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് IT ഭീമന്മാരും അവരുടെ നിക്ഷേപകർക്ക് വളരെ നല്ല റിട്ടേൺസ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ഇന്ത്യൻ IT സെക്ടർ കമ്പനികൾക്ക് അത്ര നല്ല കാലമായിരുന്നില്ല. ഉയരുന്ന ഇൻഫ്ലേഷൻ, കോവിഡ് റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ സമയത്ത് അത് കാരണമുണ്ടായ എംപ്ലോയി കോസ്റ്റ് വർധനവ്, ഇവരുടെ കസ്റ്റമർ ബേസ് ഉള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഉയർന്നു വരുന്ന സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, പിന്നെ എംപ്ലോയീസിന്റെ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയ പല കാര്യങ്ങളും IT കമ്പനീസിന്റെ മാർജിൻസ് അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്തിന്റെയൊക്കെ നമ്പേഴ്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്ട് ഇന്ത്യൻ IT കമ്പനീസിന്റെ സ്റ്റോക്ക് പെർഫോമൻസിലും കാണാൻ സാധിക്കും. കഴിഞ്ഞ 12 മാസത്തിൽ നിഫ്റ്റി 50 ഓൾമോസ്റ്റ് 10% ഉയർന്നു. പക്ഷേ നിഫ്റ്റി IT ഇൻഡെക്സ് 11.49% താഴേക്കാണ് പോയത്. ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് പോസിറ്റീവ് ആവുന്നത് പോട്ടെ, നിഫ്റ്റി IT നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലാർജ് ക്യാപ് IT ഭീമന്മാരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് എടുത്ത് നോക്കിയാൽ അതിപ്പോൾ TCS ആയിക്കോട്ടെ, HCL ടെക്നോളജീസോ, ടെക് മഹീന്ദ്രയോ, വിപ്രോയോ ആയിക്കോട്ടെ, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കമ്പനികളിലെല്ലാം വെച്ച് ഏറ്റവും കുറഞ്ഞ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അസീം പ്രേംജിയുടെ വിപ്രോ ആണ്. ഒരു ഭാഗത്ത് TCS, ഇൻഫോസിസ്, HCL ടെക് ഒക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിപ്രോയുടെ സ്റ്റോക്ക് സെയിം പീരീഡിൽ 36.61% താഴേക്കാണ് പോയത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ആയിട്ട് തോന്നുന്നില്ലേ? എല്ലാ ടോപ്പ് IT കമ്പനീസിന്റെയും ബിസിനസ് മോഡൽ, കസ്റ്റമർ ബേസ് ഉള്ള ലൊക്കേഷൻ, അവരുടെ ഓപ്പറേഷൻസ് എല്ലാം സിമിലർ ആയിട്ട് കൂടി വിപ്രോ മാത്രം മറ്റു IT കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ കേസ് വിശദമായി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ് നമുക്ക് ലഭിച്ചത്. വരൂ നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ. അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിപ്രോ കഴിഞ്ഞ ഒരു വർഷത്തിൽ മറ്റു ലാർജ് ക്യാപ് IT കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്ത് നോക്കിയാൽ എപ്പോഴും ഇതിങ്ങനെ തന്നെ ആയിരുന്നു എന്ന് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും, കഴിഞ്ഞ 10 വർഷത്തിൽ വിപ്രോയുടെ വാല്യുവേഷൻ എപ്പോഴും TCSുമായും ഇൻഫോസിസുമായുള്ള കമ്പാരിസണിൽ ലോവർ സൈഡിലാണ് വരുന്നതെന്ന്. ലാർജ് ക്യാപ് ഇന്ത്യൻ IT കമ്പനീസിന്റെ ഇപ്പോഴത്തെ PE റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര ഒഴികെ മറ്റ് കമ്പനികളുടെ എല്ലാം PE വിപ്രോയേക്കാളും കൂടുതലാണ്. TCSും ഇൻഫോസിസും എടുത്താൽ അതിന്റെ PE മോർ ദാൻ 30 ടൈംസ് ആണ് എന്നിരിക്കെ വിപ്രോയുടെ PE അറൌണ്ട് 20.15 ടൈംസ് മാത്രമാണ്. ഇനി എപ്പോഴൊക്കെ IT സെക്ടറിൽ വീഴ്ച കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ വിപ്രോ മറ്റുള്ള IT കമ്പനികളെക്കാൾ കമ്പാരിറ്റീവ്ലി കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് തിരിച്ചു കയറാൻ എന്ന് കാണിച്ചു തരുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് നമ്പേഴ്സ് കൂടെ നമുക്ക് പറയാം. 2000-ലെ ടെക് ബബിളിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ആ സമയത്ത് വിപ്രോയുടെ മാർക്കറ്റ് ക്യാപ് 13 ടൈംസ് ഉയർന്നിരുന്നു, ഇൻഫോസിസിൻ്റെത് 10 ടൈംസും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം ഫെബ്രുവരി 2001 വരെ വിപ്രോയുടെ സ്റ്റോക്ക് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു, 70%-ലും അധികം താഴേക്ക് പോയി. പക്ഷേ ഇൻഫോസിസിന്റെ സ്റ്റോക്ക് വെറും 35% മാത്രമേ താഴേക്ക് പോയുള്ളൂ. അത് മാത്രമല്ല, ഇൻഫോസിസ് 2005 ആകുമ്പോഴേക്കും വീണ്ടും റിക്കവർ ആയി അതിന്റെ 2000-ലുള്ള പീക്ക് വാല്യൂയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ വിപ്രോയുടെ ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെ ഒരു കാഴ്ച കാണാൻ നവംബർ 2020 വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അതായത് വിപ്രോയുടെ സ്റ്റോക്ക് റിക്കവറി സൈക്കിൾ വളരെ നീണ്ടതായിരുന്നു. വിപ്രോയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇത് കുറച്ച് വേദനാജനകമായ യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാക്രോ കണ്ടീഷൻ സെയിം ആയിരുന്നിട്ട് കൂടി ഇൻഫോസിസും TCSും റേസിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നപ്പോൾ വിപ്രോയുടെ സ്റ്റോക്ക് വലിയ മാറ്റങ്ങളില്ലാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതാ ചരിത്രം ആവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്തവണയും ഏറ്റവും കൂടുതൽ ആദ്യം കുതിച്ചത് വിപ്രോ ആണ്. അതുപോലെ തന്നെ താഴേക്ക് കുത്തനെ ഇടിഞ്ഞതും വിപ്രോയുടെ ഷെയറുകൾ തന്നെയാണ്. ഏപ്രിൽ 2020 മുതൽ, അതായത് പാൻഡമിക് കാരണം ഉണ്ടായ റാലി മുതൽ ജനുവരി 2022 പീക്ക് വരെ വിപ്രോയുടെ ഷെയർസ് ഓൾമോസ്റ്റ് 300% ഉയർന്നിരുന്നു. TCS 133%ഉം ഇൻഫോസിസ് 209.8% ആണ് ഉയർന്നത്. അത് കഴിഞ്ഞ് IT സ്റ്റോക്സിൽ കറക്ഷൻ ഉണ്ടായപ്പോൾ വിപ്രോ 41.85% ആണ് താഴേക്ക് പോയത്. അതേസമയം TCSലും ഇൻഫോസിസിലും ഇതുവരെ സിംഗിൾ ഡിജിറ്റിലുള്ള കറക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണാൻ പറ്റും. എന്നാലും എന്ത് കാരണം കൊണ്ടായിരിക്കും ഇപ്പോൾ വിപ്രോയുടെ കൂടെ ഉള്ള കമ്പനികൾക്ക് നല്ല വാല്യുവേഷൻ ലഭിക്കുമ്പോഴും വിപ്രോ മാത്രം ഒരു വാല്യൂ ട്രാപ്പ് ആയി മാറുന്നത്? നോക്കാം.
അപ്പോൾ വിപ്രോയുടെ സ്റ്റോക്കിന്റെ അണ്ടർ പെർഫോമൻസിന്റെ ആദ്യത്തെ കാരണം അതിന്റെ പിയർ കമ്പനീസ് വെച്ച് നോക്കുമ്പോഴുള്ള സ്ലോ ഗ്രോത്ത് ആണ്. കഴിഞ്ഞ 10 വർഷത്തിൽ TCSും ഇൻഫോസിസും അവരുടെ ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ രണ്ടും വർഷാവർഷം ഡബിൾ ഡിജിറ്റ് വളർച്ച കൈവരിച്ചപ്പോൾ വിപ്രോയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് വെറും 8% CAGR വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലും വിപ്രോ തന്റെ പിയർ കമ്പനികളെക്കാൾ പുറകിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിക്ഷേപകർ ലാർജ് ക്യാപ് IT കമ്പനികളെ സമീപിക്കുമ്പോൾ അവർക്ക് ഇൻഫോസിസിലും TCSിലും കമ്പാരിറ്റീവ്ലി കൂടുതൽ വളർച്ച കാണാൻ സാധിക്കും. അതിനാൽ സ്വാഭാവികമായും അവർ ആ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ പ്രിഫർ ചെയ്യും കൂടുതലായിട്ട്. പിന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്രോയുടെ കൺസൾട്ടിംഗ് ബിസിനസ് ആണ്. തിയറി ഡെലാപോർട്ടെ 2020 വിപ്രോയുടെ ചുമതല ഏറ്റപ്പോൾ അദ്ദേഹം കമ്പനിയുടെ മെയിൻ സ്ട്രക്ചറൽ ചേഞ്ചസ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ മാനേജ്മെന്റിലും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. വലിയ അക്വിസിഷൻസും അദ്ദേഹം നടത്തുകയുണ്ടായി. വിപ്രോ $1.5 ബില്യൺ കൊടുത്ത് അക്വയർ ചെയ്ത ഒരു ഇംഗ്ലണ്ട് ബേസ്ഡ് കൺസൾട്ടിംഗ് ഫേം ആണ് ക്യാപ്കോ. ഇനീഷ്യൽ ഫേസിൽ ഈ അക്വിസിഷൻ കാരണം കമ്പനിയുടെ റവന്യൂവിൽ ഒരു ബൂസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷമാകാം കമ്പനി ഒരു പക്ഷേ നീണ്ട കാലത്തെ മ്യൂട്ടഡ് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു സ്ട്രോങ് റാലി കാണിച്ചത്. പക്ഷെ പിന്നീട് മുന്നോട്ട് പോയപ്പോൾ ഇതേ അക്വിസിഷൻ കമ്പനിയുടെ വളർച്ചയെയും അതിന്റെ മാർജിൻസിനെയും കുറച്ച് പുറകിലോട്ട് വലിക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയെന്നാണോ? നമുക്ക് അതുകൂടെ പറയാം. 2020 ക്യാപ്കോയുടെ റവന്യൂ അറൌണ്ട് $720 മില്യൺ ആയിരുന്നു. പക്ഷേ ഇതേ കമ്പനിയുടെ റവന്യൂ 2018 $734 മില്യൺ ആയിരുന്നു. എന്ന് വെച്ചാൽ 2018 മുതൽ 2020 വരെ കമ്പനിയുടെ വരുമാനത്തിൽ യാതൊരുവിധ വളർച്ചയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് കൂടി വിപ്രോ ഈ കമ്പനിയെ അക്വയർ ചെയ്തു എന്നുള്ളതാണ് കാര്യം. അതുകൂടാതെ ക്യാപ്കോ ഡീൽ കഴിഞ്ഞുള്ള ആദ്യത്തെ വർഷത്തിൽ തന്നെ വിപ്രോയുടെ മാർജിൻസ് 2% ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതിന് പുറകിലുള്ള പ്രധാന കാരണം ക്യാപ്കോയുടെ ബിസിനസ് നേച്ചർ ആണ്. ക്യാപ്കോ കൺസൾട്ടിംഗ് ബിസിനസ്സിൽ ഇൻവോൾവ് ആണ് ആൻഡ് ഇൻഹറന്റ്ലി IT ബിസിനസിന്റെ പ്രോഫിറ്റ് മാർജിനേക്കാൾ കുറവാണ് കൺസൾട്ടിംഗ് ബിസിനസിന്റെ പ്രോഫിറ്റ് മാർജിൻസ്. കൺസൾട്ടിംഗ് ബിസിനസ്സിൽ എംപ്ലോയീസ് ആയ കൺസൾട്ടൻസിന് ലഭിക്കുന്ന ഉയർന്ന ശമ്പളം ഇതിന് പുറകിലെ ഒരു കാരണമാണ്. IT സർവീസ് സെഗ്മെന്റിൽ ലോങ് ടേമിലേക്ക് ഇതൊരു വലിയ എഫക്റ്റ് ഉണ്ടാക്കും. കാരണം കൺസൾട്ടൻസ് അവരുടെ ക്ലയൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്ലാൻ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ IT സെഗ്മെന്റ്സിന്റെ സഹായം കൂടിയേ തീരൂ. പക്ഷേ ഇന്ത്യൻ IT കമ്പനികൾക്ക് കൺസൾട്ടിങ്ങും IT സർവീസസ് ബിസിനസ്സും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകേണ്ട സിനർജി വിജയകരമായി പ്രയോജനപ്പെടുത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് കാണാം. മാത്രമല്ല പൊതുവെ കൺസൾട്ടിംഗ് പ്രൊജക്ടുകളുടെ സൈസ് IT പ്രൊജക്ടുകളുടെ സൈസിനേക്കാൾ ചെറുതാണ്. ഇപ്പോൾ ഒരു കൺസൾട്ടിംഗ് ഡീലിന്റെ വാല്യൂ 1 കോടിയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ടിപ്പിക്കൽ IT ഇംപ്ലിമെന്റേഷൻ ഡീലിന്റെ വാല്യൂ 10 കോടിയൊക്കെ ആയിരിക്കും. ആൻഡ് ഇപ്പോഴത്തെ പോലെയുള്ള ഡിഫിക്കൽട്ട് സമയത്ത് കമ്പനികൾ അവരുടെ പുതിയ പ്ലാനുകൾക്ക് ഒരു ബ്രേക്ക് ഇടും എക്കണോമിക് ഡൗൺ ടേൺ കാരണം. ഇത് കൺസൾട്ടിംഗ് കമ്പനികളിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികൾ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനൊക്കെയാണ്. സോ ഓൾറെഡി ലോ മാർജിനും ലോ ടിക്കറ്റ് ഉള്ള കൺസൾട്ടിംഗ് ബിസിനസ് വളരെയധികം ബുദ്ധിമുട്ടും. സോ കമ്പനിയുടെ റവന്യൂ താഴേക്ക് പോകാൻ തുടങ്ങും. അതേസമയം തന്നെ അതിന്റെ ചെലവുകളൊക്കെ അതേപോലെ നിലനിൽക്കുകയും ചെയ്യും. അത് കാരണം അവരുടെ ലാഭക്ഷമതയെ പ്രോഫിറ്റബിലിറ്റിയെ അത് നേരിട്ട് ബാധിക്കുകയും ചെയ്യും. ഇന്ത്യൻ IT കമ്പനികൾ കൺസൾട്ടിംഗ് ബിസിനസ്സിൽ എൻ്റർ ചെയ്ത് ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് എത്രത്തോളം സക്സസ്ഫുൾ ആയ ബെറ്റ് ആണ് എന്നുള്ളത് ഇനി വരുന്ന കാലത്തിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. വിപ്രോയുടെ റീജിയണൽ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഒന്നിനു പുറകെ ഒന്നായി കമ്പനിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതും വിപ്രോ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചലഞ്ചാണ്. കമ്പനിയുടെ ജപ്പാനിലെ ബിസിനസ് ഹെഡ് ആയിരുന്ന ടൊമോക്കി ടെക്കുച്ചി, ബ്രസീലിലെ ഹെഡ് ആയിരുന്ന ഡഗ്ലസ് സിൽവ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സാറ ആഡം ഗേജ്, മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് ഹെഡ് ആയിരുന്ന മുഹമ്മദ് അരീഫ്, ഇവരെല്ലാവരും കമ്പനിയിൽ നിന്നും പുറത്തു പോവുകയുണ്ടായി. ജനറൽ കൗൺസിൽ ആൻഡ് ചീഫ് റിസ്ക് ഓഫീസർ ആയിരുന്ന ദീപക് ആചാര്യയും കമ്പനിയോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. പിന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വിപ്രോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ഭാഗമായിരുന്ന അങ്കൻ ഗുഹയെ ബിർള സോഫ്റ്റ് തങ്ങളുടെ CEO ആയിട്ട് നിയമിച്ചതും. എംപ്ലോയീസും മാനേജ്മെന്റും ആണ് IT കമ്പനികളുടെ എല്ലാം. ഇപ്പോൾ ഇൻഫോസിസിന്റെ ഉദാഹരണം എടുത്താൽ വിശാൽ സിക്ക ഇൻഫോസിസിന്റെ CEO ആയപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് 56% വളർന്നു വെറും 2 വർഷം കൊണ്ട്. അദ്ദേഹം റിസൈൻ ചെയ്തപ്പോൾ ഇൻഫോസിസിന്റെ സ്റ്റോക്ക് 13% താഴെ പോയി, അതും ഒറ്റ ദിവസം കൊണ്ട്. പിന്നീട് ഇൻഫോസിസ് പോലൊരു കമ്പനി ആയിട്ട് പോലും 1 വർഷം വേണ്ടി വന്നു സെയിം ലെവലിലേക്ക് എത്താൻ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗ്ലോബലി തന്നെ ടെക് ആൻഡ് IT കമ്പനികൾ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ വിപ്രോ ആകട്ടെ അവരുടെ സ്വന്തം ചലഞ്ചസും ഇതിനു പുറമെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എക്സ്പേർട്സിന് വിപ്രോയുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്, അവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്രോയുടെ Q2 ഫിനാൻഷ്യൽ ഇയർ 23 ഏർണിംഗ്സ് അനൗൺസ് ചെയ്തതിൽ പിന്നെ പല ബ്രോക്കറേജസും ഇത് ബൈ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള റേറ്റിംഗ്സ് ആണ് നൽകിയത്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം സ്റ്റോക്കിലുണ്ടായ വലിയ കറക്ഷൻ കാരണം വിപ്രോ ഒരു വാല്യൂ ബൈ ആയി മാറിയിരിക്കുകയാണ് എന്നായിരുന്നു. പക്ഷേ ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് പറയുന്നത് വേറെ കഥയാണ്. സോ അതിൽ നമ്മുടെ കണ്ണ് എപ്പോഴും സൂക്ഷിച്ചു തന്നെ വേണം. റിപ്പോർട്ട്സ് പ്രകാരം വിപ്രോ അതിന്റെ ഹയറിംഗിൽ പോലും ഇപ്പോൾ ഒരു ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇയർ 23യുടെ സെക്കൻഡ് ക്വാർട്ടറിൽ വെറും 600 എംപ്ലോയീസിനെ മാത്രമാണ് ഇവർ ആഡ് ചെയ്തത്. എന്നിട്ട് കൂടി വിപ്രോയുടെ മാർജിൻസിൽ വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായതായിട്ട് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കിന്റെ നിരക്ക് കൂടി വർഷാവർഷം 2.5% വെച്ച് ഉയർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ചില അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വിപ്രോയുടെ വീക്ക് ഓപ്പറേറ്റിംഗ് മാർജിൻസ് കാരണം അടുത്ത ക്വാർട്ടറിലും കമ്പനിയുടെ സ്റ്റോക്ക് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധ്യതയില്ല എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അസീം പ്രേംജിയുടെ വിപ്രോ ഈ ചലഞ്ചസ് ഒക്കെ മറികടക്കും? ഇൻവെസ്റ്റേഴ്സിന് വിപ്രോ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമോ അതോ വാല്യൂ ട്രാപ്പ് ആയിരിക്കുമോ? വരാൻ പോകുന്ന ക്വാർട്ടേഴ്സിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടിയേക്കാം. ഗ്രോ മലയാളത്തിന്റെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഗ്രോ മലയാളം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൽ കൂടെ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.